ജീവിതത്തിൽ തോറ്റുപോയ ഒരു അമ്മയെ ഞാനിന്ന് കണ്ടുമുട്ടി. അമ്മ സ്വയം പറയുകയാണ്, ഞാൻ ജീവിതത്തിൽ തോറ്റുപോയ ഒരു സ്ത്രീയാണ്. ഈ അമ്മയുടെ പേര് മോളി എന്നാണ്. അമ്മയുടെ സ്ഥലം മൂവാറ്റുപുഴയുടെ അടുത്താണ് അമ്മയുടെ സ്ഥലം. ഞാൻ ഈ അമ്മയെ പരിചയപ്പെടുകയും കാണുകയും ചെയ്തത് കൂത്താട്ടുകുളത്ത് വെച്ചിട്ടാണ്. അമ്മയുടെ കയ്യിൽ ഒരു വലിയ ഭാണ്ഡക്കെട്ടുണ്ട്, ഒരു വലിയൊരു കെട്ടുണ്ട് അമ്മയുടെ കയ്യിൽ. ഒരു വലിയ ബിഗ് ഷോപ്പറും അമ്മയുടെ കയ്യിലുണ്ട്. വളരെയേറെ മുഷിഞ്ഞ തരത്തിലുള്ള വസ്ത്രങ്ങളാണ് അമ്മ ധരിച്ചിരിക്കുന്നത്. പാറിപ്പറന്ന തലമുടി, പിന്നെ കഴുത്തിൽ ഒരു ബന്ദിങ്ങും ഇട്ടിട്ടുണ്ട് അമ്മ. അല്ലാതെ അമ്മയുടെ കയ്യിൽ വേറെ ആഭരണങ്ങൾ അങ്ങനെയൊന്നുമില്ല. അമ്മ ഒരു ക്രിസ്ത്യൻ സ്ത്രീയാണ്. അപ്പോൾ കൂത്താട്ടുകുളത്ത് ഒരു പഴയ ബസ് സ്റ്റാൻഡ്, പഴയ ഒരു ടാക്സി സ്റ്റാൻഡാണ്. അവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെയുള്ള സ്ഥലമുണ്ട്. അമ്മ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ കൂത്താട്ടുകുളത്തുനിന്ന് ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് ഈ പഴയ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് ബസ് കയറാൻ എല്ലാ ബസ്സുകളും അവിടെ നിൽക്കും. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഞാൻ ഈ അമ്മയെ കണ്ടത്. അമ്മയുടെ കയ്യിലെ വലിയ ഭാണ്ഡക്കെട്ടിനകത്ത് നിന്ന് അമ്മ ഒരു വലിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാവയെ എടുത്തിട്ട് അമ്മ പാവയെ എടുത്ത് ഇങ്ങനെ താലോലിക്കുന്നതായിട്ട് അമ്മ അഭിനയിക്കുകയാണ്. നമ്മൾ ശരിയായി നോക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒറ്റ നോട്ടത്തിൽ ഒരാൾ വിചാരിക്കും അമ്മയ്ക്ക് സ്ഥിരബുദ്ധി ഇല്ലാത്തയാളാണ്, അമ്മയ്ക്ക് തലയ്ക്ക് സ്ഥിരതയില്ലാത്തയാളാണ് എന്നാണ് നമ്മൾ വിചാരിക്കുക. പക്ഷേ അമ്മയ്ക്ക് തലയ്ക്ക് യാതൊരു അസുഖങ്ങളുമില്ല. അമ്മ പൂർണ്ണമായും ആരോഗ്യവതിയായ ഒരു സ്ത്രീയാണ്. കാരണം അമ്മ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട ഒരു സ്ത്രീയാണ് ഈ മോളി എന്ന് പറഞ്ഞ മൂവാറ്റുപുഴക്കാരിയായ സ്ത്രീ. അമ്മയ്ക്ക് 4 മക്കളാണുള്ളത്, 2 പെൺമക്കളും 2 ആൺമക്കളും. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ എന്താണ് ഇങ്ങനെ വലിയ ഭാണ്ഡക്കെട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നത്? അമ്മയ്ക്ക് വീടില്ലേ, അല്ലെങ്കിൽ അമ്മയ്ക്കൊരു ഷെൽട്ടർ ഹോമിലേക്ക് മാറാൻ സാധിക്കുകയില്ലേ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മുൻപിൽ അമ്മ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, മോനെ എന്നെ വെറുതെ വിട്ടേക്ക്, ഞാൻ സമാധാനത്തോടു കൂടി ജീവിക്കുകയാണ്. എനിക്ക് ഈ ജീവിതമാണ് എനിക്ക് സമാധാനം നൽകുന്നത്. ഞാനൊരു ഷെൽട്ടർ ഹോമിലൊക്കെ ആയിരുന്നു, അവിടെ നിന്ന് ഞാൻ പോരുന്നതാണ്. എനിക്ക് അവിടെ സ്വസ്ഥതയും സമാധാനവും ലഭിക്കുന്നില്ല. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മയുടെ മക്കൾ, എനിക്ക് 4 മക്കളാണ്, 2 ആൺമക്കളും 2 പെൺമക്കളും. പെൺമക്കളിൽ ഒരാൾ ആത്മഹത്യ ചെയ്തു. കാരണം ഞങ്ങൾ കൊടുത്ത സ്ത്രീധനം പോരാ എന്ന് പറഞ്ഞ് ഭർത്തൃ വീട്ടുകാരിൽ കുറച്ച് പ്രശ്നമൊക്കെ ആയിരുന്നു. അങ്ങനെ അവൾ ആത്മഹത്യ ചെയ്തു. 2ാമത്തെ മകൾ താമസിക്കുന്നത് ഭർത്താവിനൊപ്പമാണ്. അവർക്ക് ഞാനൊരു അധികപ്പറ്റാണ്, അവിടേക്ക് ചെല്ലുന്നത് പോലും ഇഷ്ടമില്ല, ഞാൻ അവിടേക്ക് പോകാറില്ല. മകൻ ഒരാളുള്ളത് വിദേശത്താണ്, ഭാര്യ നാട്ടിലുണ്ട്. ആ ഭാര്യയ്ക്കും ഞാനൊരു അധികപ്പറ്റാണ്, കാരണം മരുമകൾക്ക്. പിന്നെ ഒരു മകനും മരുമകളും നാട്ടിൽ താമസിക്കുന്നുണ്ട്, അവർക്കും ഞാൻ അധികപ്പറ്റായതുകൊണ്ട് ഞാനിങ്ങനെ ഈ ഒരു കുപ്പായമണിഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ്. ഇതിൽ ഞാൻ ഹാപ്പിയാണ്.